ഒരു കാരണവശാൽ ഈ റോഡ് ആരും ഒരു ജനപ്രതിനിധി ശരിയാകത്ത. കാരണം എന്താ പറയുക, റോഡിന് ജാതി ഇല്ലാതായി. ജീവിതമാർഗം വഴിമുട്ടി നിൽക്കുന്ന ഒരവസ്ഥയാണ് റോഡ് മുഖാന്തരം. കായൽ പോലെ അടയ്ക്കുക, കായൽ എന്ന് പറഞ്ഞാൽ പറയാം കായൽ തന്നെ. ഒരു ആംബുലൻസിനെ വിളിച്ചാൽ പോലും അവർ പോലും ഇതിലേക്കൂടെ വരാൻ തയ്യാറാവുന്നില്ല. എത്ര നാളുണ്ട്, എത്ര സമയങ്ങൾ നടത്തി, അഞ്ച് റോഡ് ശരിയാക്കിയില്ലല്ലോ. എന്തുകൊണ്ട് ഈ അധികാരം കാണാത്ത? കണ്ടച്ചിറ ചീപ്പ് മുതൽ ചന്ദനത്തോപ്പ് വരെയുള്ള റോഡിന്റെ അവസ്ഥയാണിത്. പനയം പഞ്ചായത്തിന്റെയും കൊല്ലം കോർപ്പറേഷന്റെയും അതിർത്തി പങ്കിടുന്ന ഭാഗത്തെ ഈ റോഡ് 10 വർഷത്തോളമായി അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ട് മഴക്കാലം ആരംഭിച്ചതോടുകൂടി ഇതുവഴിയുള്ള യാത്ര വളരെ ദുസ്സഹമായിരിക്കുകയാണ്. ഒരുപാട് വർഷമായിട്ട് ഇങ്ങനെ ഇത് മൊത്തം ചീത്തര നടക്കും, റോഡ് മൊത്തം കമ്പനി നടക്കും. ഇതാരും ശരിയാക്കുന്നൊന്നുമില്ല, വർഷങ്ങളായിട്ട് ഇങ്ങനെ നടക്കുക. ഒരു ആട്ടോ വിളിച്ചാൽ തന്നെ ഇങ്ങനെ ആരും കൊണ്ട് വരത്തില്ല. അതിപ്പോൾ ഒരു അത്യാവശ്യമായിട്ട് നമുക്ക് അങ്ങോട്ടല്ലേ പോകണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് കാലിക്ക് നമുക്ക് ആട്ടോ വരണമെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചാൽ വരുത്തുമില്ല. അപ്പോൾ നമുക്ക് റോഡ് കിട്ടണമെന്നുണ്ട് ഈ കച്ചവടക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ആൾക്കാർക്ക് അങ്ങനെ ഒരുപാട് ആൾക്കാർ പോകുന്നതൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടിരിക്കുക. അപ്പോൾ ഈ വയ്യാത്തവർക്ക് തന്നെ ആട്ടോക്കകത്തൊക്കെ പോകാമെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് മെച്ചപ്പെട്ട പോകണം. ഭയങ്കര ബുദ്ധിമുട്ടായിട്ടിരിക്കുക. അതപ്പം ഒരു രണ്ടുപേരും പറഞ്ഞു കേട്ടുമുണ്ട്. കേസ് കാര്യം പെട്ടെന്ന് പറഞ്ഞാൽ ശരിയാക്കി തരാമെന്നുള്ള ഇതൊന്നും നിലപാടൊന്നും എടുത്തിട്ടില്ല. കാര്യമായിട്ട് ഇത് അധികാരികൾ കാണണം, കണ്ടിട്ട് അതിനുള്ള ഇതെടുക്കണം അവർ. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഒരു തിരിഞ്ഞു നോക്കുന്നില്ല, ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കുന്നില്ല ഇങ്ങോട്ട്. ഇപ്പോൾ പാർട്ടിക്കാരെല്ലാം ഇതുവഴി തന്നെ പോകുന്നത്. എന്നിട്ട് അതിനെക്കുറിച്ച് ഒരു ആക്ഷൻ 13 വർഷം കൊണ്ട് ഇങ്ങനെ കിടക്കുകയത്. ഒരു കാരണവശാൽ ഈ റോഡ് ആരും ഒരു ജനപ്രതിനിധി ശരിയാകത്ത. കാരണം എന്താ പറയുക, റോഡിന് ജാതി ഇല്ലാതായി. ഏതെങ്കിലും ജാതിയിലായിരുന്നെങ്കിൽ ആരെങ്കിലും സമരം ചെയ്തേനെ. അതിൽ വന്ന കുഴപ്പമായത്. വളരെ പരിതാപകരമാണ് ഈ റോഡിന്റെ അവസ്ഥ. ആൾക്കാരെ ഓട്ടം വിളിച്ചാൽ നിങ്ങൾ വരുമോ ഇതുവഴി? ഒരു രക്ഷയുമില്ല. നമ്മൾ ഈ ഓട്ടം എത്ര വലുതാണെങ്കിലും മാറ്റി വയ്ക്കാനേ നമുക്ക് മനസ്സ് വരത്തുള്ളൂ. കാരണം വെച്ചാൽ നമ്മൾ എത്ര രൂപ മുടക്കി വണ്ടി പണിഞ്ഞാലും ഒരു ദിവസം കൊണ്ട് തന്നെ വണ്ടി വീണ്ടും കംപ്ലൈൻ്റ് ആവും. ജീവിതമാർഗം വഴിമുട്ടി നിൽക്കുന്ന ഒരവസ്ഥയാണ് റോഡ് മുഖാന്തരം. എത്രയും പെട്ടെന്ന് റോഡിൻ്റെ അവസ്ഥ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് റെഡിയാക്കേണ്ട അത്യാവശ്യമാണ്. ഞാൻ സ്ഥിരം 2 വട്ടം ഈ വഴി പോകുന്നതാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ ഓട്ടം മാറ്റി വെച്ച് 2-3 കിലോമീറ്റർ അധികം ഓടി ആ സൈഡിൽ കൂടെ പോകേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ വന്നത്. എല്ലാവരും ദുരിതപൂർണമായി റോഡിലൂടെ പോയി മടുത്തിരിക്കുകയാണ്. ഓട്ടം വിളിച്ചാൽ ഓരോ ഓട്ടോക്കാർ പോലും ഇങ്ങോട്ട് ഈ വഴിയാണെങ്കിൽ വരത്തില്ല. ഈ പരിതാപകരമായ അവസ്ഥ ഇനിയെങ്കിലും മാറണം. എന്നുവെച്ചാൽ ഇത് വർഷങ്ങളായിട്ട് ഈ കിടപ്പ് കിടക്കുന്ന ഇവിടുന്ന് അങ്ങേ അറ്റം വരെ എല്ലുമ്പോഴത്തേക്ക് നടുവിൻ്റെ കെട്ടങ്ങ് വിടും. ഈ റോഡ് കണ്ടത്തറ റോഡ് താന്നി ചന്ദനത്തോപ്പ് പോയിട്ട് കണ്ടത്തറ വരെ മനുഷ്യന് പോകാൻ പറ്റത്തില്ല. ഒറ്റ വഴി, കായൽ പോലെ അടയ്ക്കുക. കായൽ എന്ന് പറഞ്ഞാൽ പറയാം കായൽ തന്നെ. ഒരു ഒറ്റ ആട്ടോ പോലും ഇതിലേ പോകും. ഒറ്റ ആട്ടോ പോലും 30 ഓട്ടത്തിന് അവരെ കുറ്റം പറയാൻ കാര്യമുണ്ട്. നമ്മൾ ചാത്തലാംകുളം ഏരിയ തന്നെ എത്രയോ ജനങ്ങൾ, ഒരുപാട് ജനസമൂഹങ്ങൾ തന്നെ ഇവിടെ ജീവിക്കുന്നുണ്ട്. ഇവർക്ക് ഈ 2 റെയിൽവേയുടെ തന്നെ ബ്ലോക്ക് തന്നെ വളരെ അസഹനീയമാണ്. അതിൻ്റെ കൂടെയാണെങ്കിൽ റോഡിൻ്റെ ഈ ദാരുണമായ അവസ്ഥയും കഴിഞ്ഞ കാലഘട്ടത്തിലെ ഭരണാധികൾ ഇതിനു വേണ്ടി മുൻകൈ എടുത്തില്ല. ഈ വരുന്ന ഭരണാധികൾ എന്തായാലും മുൻകൈയും എടുക്കും, അതിന് വേണ്ടുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള ഒരു പ്രത്യാശത്തിലാണ് ഈ ജനസമൂഹം, ഇവിടുത്തെ ജനസമൂഹം തന്നെ. മങ്ങാട് മേഖലയിൽ നമ്മൾ ഹെൽത്ത് ഇതിൽ പോകുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങൾ ഒത്തിരി പ്രായമുള്ളവർ ഇവിടെ പോവുക. ആട്ടോ വിളിച്ചാൽ ആട്ടോ വരത്തില്ല. അവർ പാവങ്ങൾ വളരെ ബുദ്ധിമുട്ടി അങ്ങോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ചന്ദനത്തോപ്പിൽ നിന്ന് ഏതെങ്കിലും ഒരു ഓട്ടോ വിളിച്ചാൽ പോലും ഈ വഴി കൂടെ വരാൻ അവർ തയ്യാറാവുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഈ സാധാരണക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഇതിലേക്കൂടെ പോകുന്നത്. 10 വർഷം കൊണ്ട് ഈ റോഡിൻ്റെ അനാസ്ഥ കണ്ടിട്ട് അധികാരികളാരും തിരിഞ്ഞു നോക്കുന്നില്ല. അതുപോലെ ഇതിലെ ഒരു ഓട്ടോ വിളിച്ചാൽ, ഒരു വണ്ടി വിളിച്ചാൽ പോയിട്ട് ഈ കെട്ടിട നിർമ്മാണത്തിനുള്ള ഒരു ടിപ്പർ പോലും ഇതിലേക്കൂടെ വരാതെ അവരെല്ലാം പഴയ സ്റ്റാൻഡ് വഴി കറങ്ങി ആ സ്കൂളിൻ്റെ അടുത്തുകൂടെ ഈ റോഡിൽ കയറുന്നത് കൊണ്ട് അവർ ഒരുപാട് കാശുകൾ കൂടുതലാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഈ കൺസ്ട്രക്ഷൻ മേഖലയും അതേപോലെ എല്ലാ മേഖലയിലും അതിടക്ക് ഈ ഒരു ആംബുലൻസ് പോലും ഇതിലേക്കൂടെ ഒരു രോഗി സുഖമില്ലാതെ കിടക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഒരു ആംബുലൻസിനെ വിളിച്ചാൽ പോലും അവർ പോലും ഇതിലേക്കൂടെ വരാൻ തയ്യാറാവുന്നില്ല. സാധാരണ ജനങ്ങൾ വളരെ ഒരുപാട് രീതിയിൽ കിടന്ന് ബുദ്ധിമുട്ടുന്നുണ്ട്. നമ്മളെ റോഡ് പൊളിഞ്ഞിട്ട് 10 വർഷത്തോളം ആകാൻ പോകുന്നു. പല മന്ത്രിമാരും പല MLA-മാരും ഇവിടെ ജയിച്ചിട്ട് എല്ലാവരും ഉടനെ ശരിയാക്കാമെന്നും പറഞ്ഞ് ഈ ഇലക്ഷന് മുമ്പ് ഉദ്ഘാടനം ചെയ്തിട്ട് പോയിരിക്കുകയാണ്. ഇവരാരും ഇതുവരേക്ക് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല, പറഞ്ഞതല്ലാതെ. പക്ഷേ ഏതെങ്കിലും മുഖ്യമന്ത്രി ഇവിടെ വരികയെന്നുണ്ടെങ്കിൽ
ഈ റോഡ് ഉടനെ ശരിയാവും. അപ്പോൾ അന്നേരം അവരെ ഫണ്ടുണ്ട് കാര്യങ്ങളുണ്ട്. അവർ ചോദിക്കുമ്പം പറയുന്നത് ഫണ്ടില്ല എന്ന്. റോട്ടിൽ കൂടെ എന്ന് പറഞ്ഞാൽ എല്ലാ കണ്ടച്ചിറ വരെ ഒരുപാട് വണ്ടികളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇത്രയും വണ്ടികൾ, എത്രയും കുഞ്ഞുങ്ങൾ വന്നാൽ ഈ കട്ടറിൽ വന്ന് വീഴുന്നു. ഈ വെള്ളം കയറുമ്പം കാണാൻ ഈ കട്ടറിനകത്ത് കട്ടർ കിടക്കുന്ന അറിയത്തില്ല, എത്ര എണ്ണം വന്ന് വീഴുന്നു. ആകെ പ്രശ്നമായിട്ട് കിടന്നു. എന്നാൽ ഒരുപാട് വണ്ടികളും കാര്യങ്ങളും എല്ലാം ഉള്ള 10 കൊല്ലം കൊണ്ട് അവർ പറയുന്ന ഫണ്ട് ശരിയായി 3.25 കോടി രൂപ വീതം ഇവിടെ കിടപ്പുണ്ട്. അത് എന്തോ ചെറിയ പ്രശ്നത്തില്ല. ഇത് കയറുന്നവരെല്ലാം ഇത് തന്നെ പറയുന്നത്. അതിന് ഒരു തീരുമാനം കണ്ടെത്തിയില്ലെങ്കിൽ ഇത് ബുദ്ധിമുട്ടാണ്. ഒരു മാസം വെച്ച് ഇതിനെ തീരുമാനം കണ്ടിട്ടില്ലേ ജനങ്ങളെല്ലാം അവിടെ റോഡിലിറങ്ങി. വണ്ടി പണിയാനേ ഉള്ളൂ. ഓരോ 10 വർഷം കൊണ്ട് ഇങ്ങനെ തന്നെ നമ്മൾ ദുരിതം അയച്ചുകൊണ്ടിരിക്കുക. യാത്രക്കാർക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ ഈ മന്ത്രിസഭ മുമ്പ് ഇവിടെ 3-4 ബോർഡ് കൊണ്ടുവച്ചു. പിണറായി വിജയനും മരുമോനെല്ലാം കൂടെ ഞങ്ങളിപ്പോൾ ഇങ്ങനെ ശരിയാക്കി കൊടുക്കാൻ പറ്റും. അത് ശരിയാക്കിയില്ലേന്ന് വരും. അവർ വിട്ടിട്ട് പോയി, അവരെ പറഞ്ഞിട്ട് അവർ പോയി. ഇപ്പം വന്ന മന്ത്രിസഭയെങ്കിൽ ഇത് ഒന്ന് കൈകാര്യം ചെയ്യണ്ടേ. അധികാരികൾ ഇടപെട്ട് എത്രയും പെട്ടെന്ന് ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന എൻ്റെ അപേക്ഷയാണ്.